തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമെന്ന് സൂചന നൽകി KS ശബരിനാഥൻ. UDFന്റെ വിജയം ഉറപ്പാണെന്നും കേരളത്തിന്റെ ഭാവി UDFനോടൊപ്പം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളോട് പ്രതികരിക്കവേ KS ശബരിനാഥൻ നിയമമണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. തിരുവനന്തപുരം മേഖലയിലും നിയമമണ്ഡലത്തിലും ശക്തമായ സ്ഥാനാർത്ഥികൾ ഇരു പാർട്ടികളും നിലനിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. UDFന് വിജയിക്കാനുള്ള ഉറച്ച സാധ്യതയുണ്ടെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. UDFന്റെ തോളിലേറിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്, അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് ശബരിനാഥൻ വ്യക്തമാക്കിയത്. അതേസമയം നിയമമണ്ഡലത്തിലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്നും അവിടെ സിറ്റിംഗ് MLA ആയ V ശിവൻകുട്ടിയും ശക്തമായ സ്വാധീനമുള്ള നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കുന്നതോടെ പോരാട്ടം കൂടുതൽ കടുപ്പമാകുമെന്നും ശബരിനാഥൻ ചൂണ്ടിക്കാട്ടി. ഇരു പാർട്ടികളും നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തുന്നത്, അതുകൊണ്ട് തന്നെ മത്സരം ശക്തമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചും ശബരിനാഥൻ തുറന്നു പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ V ശിവൻകുട്ടിയെ അറിയാമെന്നും വ്യക്തിപരമായ ആരോടും എനിക്ക് വൈരാഗ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ വ്യക്തികളോടല്ല, അവരുടെ നിലപാടുകളോടും രാഷ്ട്രീയ കൂട്ടുകെട്ടുകളോടുമാണ് എതിർപ്പ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച മന്ത്രി V ശിവൻകുട്ടിയെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. നയപരമായ വിഷയങ്ങളിലാണ് രാഷ്ട്രീയ വിമർശനമെന്നും വ്യക്തിപരമായ ആക്രമണങ്ങൾ തന്റെ ശൈലിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമമണ്ഡലത്തിൽ കടുത്ത പോരാട്ടം ഉറപ്പാണെന്ന സൂചനയുമായി KS ശബരിനാഥൻ. വ്യക്തിപരമായ വൈരാഗ്യമില്ലെന്നും എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ച പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കിയതോടെ തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ ആവേശം കൂടുകയാണ്.